ഓസ്ട്രേലിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടത് കക്ഷിയായ ലേബർ പാർട്ടി ഭരണത്തിലേക്ക് ഏറിയിരിക്കുകയാണ്. പാർലമെന്റിലെ 150 അംഗ അധോസഭയിൽ 81 സീറ്റിലാണ് ലേബർ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പീറ്റർ ഡ്യൂട്ടൺ നയിക്കുന്ന പ്രതിപക്ഷമായ ലിബറൽ പാർട്ടിയാണ് രണ്ടാമതായി ഇപ്പോൾ നിൽക്കുന്നത്. US-ന്റെ തീരുവ യുദ്ധം ഉൾപ്പെടെയുള്ള പ്രക്ഷുബ്ധമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ സ്ഥിരതയോടെ നിർത്താനായതായാണ് ആൽബനീസിനെ തുണയ്ക്കാൻ സാധിച്ചത്. അതിലൂന്നിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ മുഴുവൻ. 21 വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായ രണ്ടാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ആൽബനീസ്. ആഗോള വെല്ലുവിളികളെ തനതു ശൈലിയിൽ നേരിടാൻ ഓസ്ട്രേലിയക്കാർ വിധി എഴുതിയെന്ന് വിജയാഘോഷത്തിൽ ആൽബനീസ് പറയുകയും ചെയ്തു. 24 വർഷം തന്നെ ജയിപ്പിച്ച പാർലമെന്റ് സീറ്റ് ഇക്കുറി ഡ്യൂട്ടണ് നഷ്ടപ്പെടുകയും ചെയ്തു. ട്രംപിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന ചെലവ് ചുരുക്കൽ അദ്ദേഹമുണ്ടാക്കിയ ഡോജ് വകുപ്പ് പോലുള്ള ഓസ്ട്രേലിയയിൽ വേണമെന്ന് വാദിക്കുന്ന ആളാണ് ഡ്യൂട്ടൺ. അദ്ദേഹത്തെ ഡോജ് ഡ്യൂട്ടൺ എന്നാണ് ലേബർ പാർട്ടിക്കാർ വിളിക്കുന്നത്. വിലക്കയറ്റവും ഊർജ്ജ മേഖലയിലെ നയങ്ങളുമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. പണപ്പെരുപ്പം കൂടിയതിനും പലിശ നിരക്കിലെ വർധനയ്ക്കും ആൽബനീസ് സർക്കാരിനെ ലിബറലുകൾ പഴിക്കുകയും ചെയ്തിരുന്നു. വെസ്റ്റ്മിൻസ്റ്റർ പാരമ്പര്യത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ ഭരിക്കപ്പെടുന്ന ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയായി ഓസ്ട്രേലിയയെ പ്രതിപാദിക്കുന്ന ലിഖിത ഓസ്ട്രേലിയൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഓസ്ട്രേലിയയുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ഗവൺമെന്റിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫെഡറേഷൻ കൂടിയാണ് ഓസ്ട്രേലിയ. നിലവിൽ ചാൾസ് മൂന്നാമൻ രാജാവ് രാഷ്ട്രത്തലവനാണ്. ഗവർണർ ജനറലാണ് പ്രാദേശികമായി അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ് വീണ്ടും ചുമതലയേൽക്കുകയായിരുന്നു. 1901 ഫെഡറേഷൻ മുതൽ ലോകത്തിലെ 10ാമത്തെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടനാ പ്രകാരം രാജ്യം ഒരു സ്ഥിരതയുള്ള ലിബറൽ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം നിലനിർത്തുകയും ചെയ്തു. ലോകത്തിലെ 6ാമത്തെ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായ ജനാധിപത്യ രാജ്യമാണ് ഓസ്ട്രേലിയ. പ്രധാനമായും വോട്ടിംഗ് നിർബന്ധിതമായ ഒരു ദ്വികക്ഷി സംവിധാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2023 ദ ഇക്കോണമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ഓസ്ട്രേലിയയെ പൂർണ്ണ ജനാധിപത്യമായി റേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വെസ്റ്റ്മിൻസ്റ്റർ ശൈലിയിലുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളെപ്പോലെ ഓസ്ട്രേലിയയുടെ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനവും 3 ശാഖകളിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അധോസഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ളതും എക്സിക്യൂട്ടീവ് അധികാരവും നിയമനിർമ്മാണ അധികാരവും പ്രയോഗിക്കുന്നതുമായ പാർട്ടിയോ സഖ്യോ ആണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ ഉൾപ്പെടുന്നത്.